ഇതാണ് ഇപ്പം അവസ്ഥ. ഇത് ഞാൻ വീട് ഇരുന്ന് 2 വർഷം കഴിഞ്ഞ ടൈമിൽ തന്നെ വെള്ളത്തിന് കിനി വന്നിട്ട് മൊത്തം പ്ലാസ്റ്റിക് അടക്കം പൊന്തി വന്നപ്പോൾ അവർ പറഞ്ഞ സൊല്യൂഷൻ എന്താ വെച്ചാൽ കല്ല് വരെ പ്ലാസ്റ്റിക് അടർത്തിയെടുത്തിട്ട് ഇത് കയറ്റുക. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് വീണ്ടും പ്ലാസ്റ്ററിങ് ചെയ്ത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചിട്ട് ഇല്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ പഴയ അവസ്ഥ ഇതാ ഇതിന്റെ അവസ്ഥ. ഇതാണ് സംഭവം. അപ്പോഴാണ് ബാംബു ചാർക്കോളിന്റെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞത്. അതിനെ പറ്റി ചെയ്ത റൂമുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീടിന്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇത് നമ്മൾ തിരൂരുള്ള ഖാലിദ്ഖാന്റെ വീടാണ്. മൂപ്പര് 2 പ്രാവശ്യം പെയിന്റ് അടിച്ചോ പുട്ടി അടിച്ചോ അതുപോലെ അത് പൊളിഞ്ഞു പോരാണ്. അപ്പൊ മൂപ്പര് ലാസ്റ്റ് ഓപ്ഷൻ ഈ ബാംബു ചാർക്കോൾ എന്ന ഓപ്ഷനാണ്. അപ്പൊ ഇത് ചെയ്ത റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചെയ്തതിനു ശേഷം ഈ റൂം പൊളിഞ്ഞു പോയ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബാംബു ചാർക്കോളിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോകൾ ഫുള്ളാണ് കണ്ടോളി. നമ്മളെ ഖാലിദ്ഖാറ്റിൽ നമ്മളെ ഹംടൺ ഡെക്കോർ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ഇതാണ് നമ്മളെ ഹംടൺ ഡെക്കോറിന്റെ റിയാസ്ക. നമുക്ക് വീട്ടില് പെയിന്റിംഗ് അല്ലാതെ വേറെ എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും? നമ്മുടെ അടുത്ത് അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് ബാംബു ചാർക്കോൾ ഞങ്ങളാണ് ഡയറക്റ്റ് സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഞങ്ങളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളത് ഈസി ഇൻസ്റ്റലേഷൻ ആണ്, ബജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ പുട്ടിയിടേണ്ട, പെയിന്റ് അടിക്കേണ്ട, പരിക്കം തേപ്പുണ്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഏകദേശം 100-ൽ പരം വെറൈറ്റീസ് വരുന്നുണ്ട്. അതെ. പിന്നെ കൂടാതെ എല്ലാ മാസവും പുതിയ മോഡലുകളും വെറൈറ്റീസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന്റെ റേറ്റ് ഇപ്പൊ എങ്ങനെയാവും? അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ടെന്ന്. ഞങ്ങള് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് കണ്ടെയ്നർ ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടനിലക്കാരില്ലാതെ ബെസ്റ്റ് പ്രൈസിന് തരാൻ പറ്റും. കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. എത്ര വർഷം നമുക്ക് ഗ്യാരണ്ടി? 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കളർ ഫെയ്ഡ് ഉണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി കൊടുക്കും. അപ്പൊ വരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ജയലക്ഷ്മിന്റെ അടുത്തുള്ള ഹംടൺ ഡെക്കോർ.